നീ ഡെയിലി പിരികം വരയ്ക്കുവോ? അല്ലെങ്കിൽ നീ ഡെയിലി പുരികം ത്രെഡ് ചെയ്യുവോ? നിനക്ക് ക്യാൻസർ അല്ലേ? നിനക്ക് വേറെ പണിയില്ലേ? നീ ഹലോ ഡാർലിങ്സ്, ദ റിയാലിറ്റി ബൈ ഷാരിയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സൈബർ ബുള്ളിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനെതിരായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അറസ്റ്റ്, അത് നടന്നു. പിന്നെ അത് എല്ലാവർക്കും നമസ്കാരം. രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ സംസാരിക്കുന്നത്. കാരണം രേണു സുധിയുടെ അടുത്ത് പലവട്ടം വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരിട്ടൊന്നും കോണ്ടാക്ട് ഇല്ല. രേണു, നീ ഇതൊക്കെ നിർത്തിയിട്ട് നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിന്റെ ഹെൽത്തും കണ്ടീഷൻസും ഒക്കെ നോക്കി മാന്യമായിട്ട് വീഡിയോ ചെയ്ത് പോവുക. അല്ലാണ്ട് ആർക്കെങ്കിലും ഇട്ട് കുത്തി കുത്തി സംസാരിക്കുമ്പോൾ കൂടുതൽ വെറുപ്പാണ് നീ ആൾക്കാരുടെ ഇടയിൽ നിന്ന് വാങ്ങി വയ്ക്കുന്നതെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും രേണു അത് കേൾക്കത്തില്ല. എന്തെങ്കിലും ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാണ്ട് ആരും മൈൻഡ് ചെയ്യാണ്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഇട്ടൊരു കുത്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കും, വീണ്ടും നാട്ടുകാരെടുത്ത് വെച്ച് അഭിപ്രായം പറയും. ഈ ഒരു വയ്യാതായിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെ വെറുപ്പും ഈ പറയുന്ന ശാപവും വാങ്ങി വെക്കാണ്ട് ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റി അവരുടെ പ്രാർത്ഥനയിൽ നിന്നെയും കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഒരുപാട് ക്രിസ്ത്യൻ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്, ദൈവത്തോട് വിളിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. രേണുവിന്റെ വീഡിയോസിൽ തന്നെ കാണാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിന്റെ കാര്യം നോക്കി പോവുക. അല്ലാണ്ട് ഓരോ വീഡിയോ ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ചിലർക്കിട്ട് ഒരു കുത്തു കൊടുക്കുക. കുത്തു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയാണ് വെറുപ്പിലോട്ട് പോകുന്നത്. ഇത് ആരാടെ നിനക്ക് ഈ മന്ദബുദ്ധിത്തനമൊക്കെ പറഞ്ഞു തരുന്നത്? രേണു, നീ ഇങ്ങനെ ചെയ്, അങ്ങനെ ചെയ്. ഇതാരാ നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത് ഫോൺ യൂസ് ചെയ്യല്, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിനക്ക് നിന്റെ വീട്ടുകാർ ഫോൺ തരുന്നുണ്ട്. എന്താണ് അതിന്റെ ഇന്റൻഷൻ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, സീരിയസ്ലി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നിന്റെ വീട്ടുകാർ നിനക്ക് ഫോണും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, നീ അതൊക്കെ വാങ്ങി വെച്ച് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഉപയോഗിക്കരുതെന്നാണ് ഡോക്ടർ അടക്കം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് കേൾക്കത്തില്ല. കുറച്ചു കാലം ആ കീമോടെ ഇനി 3-4 എന്തോ ഉണ്ടല്ലേ, അതും കൂടി ചെയ്യുന്നത് ആ ഫോണൊന്നും യൂസ് ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ആഹാരമൊക്കെ നല്ലോണം കഴിച്ച് റെസ്റ്റ് എടുത്ത് വീട്ടിൽ ആ ഒരു സെറ്റപ്പിൽ ഇരിക്കാൻ നോക്ക്. കുറച്ചുകൂടിയല്ലേ ഉള്ളൂ. ഡോക്ടർ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് അങ്ങനെ ഇരിക്കാൻ നോക്കും. അല്ലാണ്ട് ഫോണും എടുത്ത് വെച്ച് സോഷ്യൽ മീഡിയ നോക്കി നാട്ടുകാരുടെ തള്ളക്കുളിയും കേട്ട് അതിന് റിപ്ലൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കാണ്ട് മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി കുറച്ച് റെസ്റ്റ് എടുക്കാൻ നോക്കും. ഈ കുറച്ച് സമയങ്ങളിലെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കാൻ നോക്കുക. അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഭേദമായിട്ട് തിരിച്ച് ജീവിതത്തിലോട്ട് വരണ്ടേ? ഈ ഫോണ് വീട്ടുകാർ തരുന്നത് എന്തിനാണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. വീട്ടുകാർ നിർബന്ധമായിട്ട് രേണുവിന് ഫോൺ കൊടുക്കാതിരിക്കുക. ഇത് ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്തായാലും രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വെളിയിൽ എങ്ങാണ്ട് ഇറങ്ങി നിന്നും കൊണ്ട് ഒരു വീഡിയോ ഇട്ടാണ്. വീഡിയോ ചുമ്മാ ഇങ്ങനെ അവിടെ നിന്ന് പുല്ലിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, എന്നാൽ അതിൻ്റെ ടൈറ്റിൽ ഞാനൊന്ന് കൊടുക്കാം. വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയാൽ കംപ്ലൈൻറ്റ് ചെയ്യില്ലല്ലോ അല്ലേ? വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയാൽ കംപ്ലൈൻറ്റ് ചെയ്യില്ലല്ലോ അല്ലേ? ആര് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നു? നിന്റെ വീടിൻ്റെ മുറ്റം നീ ഇറങ്ങുന്നില്ലേ? ഇനി അത് കിച്ചുവിൻ്റെ പേരിൽ ആയതുകൊണ്ടാണോ? കിച്ചുവിനും കൂടി അവകാശപ്പെട്ട വീടായതുകൊണ്ടാണോ? എനിക്കറിയത്തില്ല. എന്താണ് ഇതിൻ്റെ ആ ഒരു ടൈറ്റിലിലെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല. ക്യാൻസർ രോഗികൾ ആയാൽ രേണു സുധിക്കും എന്തോന്ന് സനധിഷ്കരിക്കാൻ ഒന്നുകിൽ എന്തെങ്കിലും നേരെ എഴുതി. ഇതെന്തായാലും നീ തന്നെയാണ് എഴുതിയത്, മൊത്തം അക്ഷര തെറ്റി. എന്തോന്ന് സനധിഷ്ഠിക്കാൻ പാടില്ല, സാനധിഷ്ഠിക്കാൻ പാടില്ല. അതെന്ത് സാധനം? തീരെ തത്ത അന്നേരം കംപ്ലൈന്റ് ചെയ്തല്ലോ. സത്യം പറഞ്ഞാൽ നീ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? വീടിന്റെ മുറ്റത്ത് ഇറങ്ങിയാൽ കംപ്ലൈന്റ് ചെയ്യില്ലല്ലോ അല്ലേ? ഓക്കെ, വീടിന്റെ മുറ്റത്ത് ഇറങ്ങി കംപ്ലൈന്റ് ചെയ്യില്ലല്ലോ. ആർക്കിട്ട് താങ്ങിയെന്നും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് വ്യക്തമായിരുന്നു. ക്യാൻസർ രോഗി ആയ രേണു സുധിക്ക് സന്ദർശിക്കാൻ പാടില്ലല്ലോ. സന്ദർശിക്കാൻ പാടില്ലല്ലോ. തെറിത്താത്ത അന്നേരം കംപ്ലൈന്റ് ചെയ്തല്ലോ. അപ്പോ ഇതിന്റെ ഇടയിലും തെറുത്താത്തേക്ക് മറുപടിയും കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കിച്ചുവിനല്ലാണ്ട് ഞാൻ വെച്ച് കിച്ചുവിനായിരിക്കും. ഞാൻ ഇത് എടുത്തു വെച്ച് സ്ക്രീൻഷോട്ട് പിന്നെ ഇരുന്ന് വായിക്കാന്ന് വെച്ചു. കാരണം എനിക്ക് മനസ്സിലാവില്ല, ഇത് കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ 1 മണിക്കൂർ എടുക്കും. ഓക്കെ, അപ്പൊ ഇപ്പോഴും രേണു ഇതിന്റെ പിന്നാലെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, രേണു നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്കിരിക്കും. ഇത് വീണ്ടും നെഗറ്റീവ് ആവും. വീണ്ടും നീ നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിച്ച് ജീവിച്ച ഒരു ലേഡിയാണ്, എനിക്കറിയാം. നെഗറ്റീവ് ഇല്ലാണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ലൈം ലൈറ്റിൽ എപ്പോഴും നിന്നെപ്പറ്റി ആൾക്കാർ സംസാരിക്കുക എന്നതാണ് നിന്റെ ഇന്റൻഷൻ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇതല്ല ആ സാഹചര്യം. ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ചുമ്മാ ഇരുന്നിട്ട് തെറുത്താത്ത കുറുത്താത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചുമ്മാ എന്തിനു നാട്ടുകാരുടെ വായിലിരിക്കുന്ന കേൾക്കുന്നത്? ഇപ്പൊ 2-3 ദിവസമായിട്ട് ആ ബിഷപ്പിന്റെ കേസ് കഴിഞ്ഞിട്ട് തണുത്തിരിക്കുകയായിരുന്നു. നീ വീണ്ടും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യമുള്ള കാര്യം പറയാം. ഇനി അതിന് താഴെ നീ ഇട്ടിട്ടുള്ള പോസ്റ്റിന് താഴെ വന്ന വേറൊരു കമന്റ് ഞാനൊന്ന് വായിക്കാം.
ഡേയ് അവർ ഇപ്പോൾ നിന്റെ പേരിൽ വീഡിയോ ചെയ്യുന്നത് കാണാറില്ല. അതായത് താത്തയെ പറ്റിയിട്ടാണ്. അതായത് ഈ സംഭവം ഞാൻ കഷ്ടപ്പെട്ട് വായിച്ചെടുത്ത കേട്ടാ. താത്തയെ പറ്റിയിട്ടാണ് ടൈറ്റിൽ രേണു എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പൊ അതിന് താഴെ ഒരു കമന്റ് ഇട്ടതാണ്. അവർ ഇപ്പോൾ നിന്റെ പേരിൽ വീഡിയോ ചെയ്യുന്നത് കാണാറില്ല, എല്ലാവരും നിർത്തി, നീ വീണ്ടും അവരെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് പണി ഇരന്ന് വാങ്ങുവാൻ നിൽക്കുവാണ്. സത്യം ആലോചിക്കുക, നിനക്ക് എന്താ പ്രശ്നം? വല്ല കുഴപ്പമുണ്ടോ? ചുമ്മാ ഇരിക്കുന്നവരെ പോയി ചൊറിയും, എന്നിട്ട് അവർ പ്രതികരിച്ചാൽ അവരെ നീ നിന്റെ ആൾക്കാരും കൂടി പൂരത്തെറി വിളിക്കുന്നത് കേൾക്കാം. എന്ത് പെണ്ണെ വയ്യേ നിനക്ക്? എവിടെയെങ്കിലും ചൊറിയുണ്ടെങ്കിൽ വല്ലാത്ത കഷ്ടം. അതായത് ഇപ്പോൾ രേണു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇരിക്കുന്നവരെ പോയി ചൊറിയുകയാണ് ചെയ്യുന്നത്. നിനക്ക് എന്താണ് പ്രശ്നമെന്നൊന്നും എനിക്കറിയത്തില്ല രേണു. ഇത് വളരെ മോശമാണ്. ഇപ്പൊ എല്ലാവരും നിന്റെ വീഡിയോ ഒഴിവാക്കി അങ്ങനെ അങ്ങ് വേറെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ നീ അതിന്റെ ഇടയിൽ പോയിട്ട് വീണ്ടും ചൊറിയാണ് ഓരോരുത്തർ. ഓക്കെ, അത് വളരെ മോശമാണ്, വളരെ മോശമാണ്. എന്നിട്ട് നിനക്ക് എതിരെ അവർ എന്തെങ്കിലും പറഞ്ഞാൽ പറയും, എന്നെ എല്ലാവരും കൂടി ഇന്ന് ഷൈവറ്റാക്കി ചെയ്യുന്നേ, രോഗിയാണേ ഞാൻ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നീ ചെയ്യുന്നതാണ് ഇവിടെ തൊട്ടിത്തനം. ഇന്റൻഷ്യലി നീ ഇവിടെ കോൺട്രോവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ പോയി ചൊറിയുകയാണ് ചെയ്യുന്നത്. വളരെ മോശമാണ്, വളരെ ചീപ്പാണ് രേണു ഇത്. എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള വേറെ കണ്ടന്റുകൾ ചെയ്ത് പോകുമ്പോൾ നീ വീണ്ടും പോയി ഓരോരുത്തർ ചൊറിഞ്ഞ് ഇരന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നീ അയ്യോ വിക്ടിം കാർഡ് ഇറക്കി, റേഷൻ കാർഡ് ഇറക്കി, അങ്ങ് കളി തുടങ്ങി. വളരെ മോശമാണ്. അതുപോലെ കിച്ചുവിന്റെ കേസ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവന്റെ കാര്യം നോക്കി, അവന്റെ ബ്രാൻഡ്, അവൻ പുതിയ ക്ലോത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവൻ ആ വഴിക്കങ്ങ് പോയി. ഓക്കെ, അവനിപ്പോ ഇതിലൊന്നും ഇല്ല. അതാണ് ബേസിക്കലി അവന്റെ കാര്യം നോക്കി ജീവിക്കുന്നത്. ഇനി ദയവ് ചെയ്തിട്ട് അവനെയും പോയി ചൊറിയരുത്, തൊട്ടി പരിപാടികൾ കാണിക്കരുത്. ഇതെന്താ നിന്റെ ഇന്റൻഷൻ എന്താ? ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് നിന്റെ വിഷയം ആരും ഇവിടെ എടുക്കാതെ വന്നപ്പോൾ നീ ആയിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൊറിയാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ട സാധനമാണ്. വളരെ മോശമാണ്, ചീപ്പാണ്. ദിസ് ഈസ് വെരി 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 ചീപ്പ്. ഓക്കെ, ഇനി നിന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട് അടുത്ത കൊണ അടിക്കാനായിട്ട്. ചാരികെ നിന്നെ കാണാൻ താരകം താഴെ വന്നു കൊണക്ക. ഹലോ ഡാർലിങ്സ്, ദി റിയാലിറ്റി ബൈ ഷാരിയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ഉടായ്പ തന്നെ വിളിച്ചു പറയുന്ന ഇവളുടെ റിയാലിറ്റി ബൈ റിയാലിറ്റി ഷാരിക്ക് കൊള്ളാം, സൂപ്പർ. അടുത്ത് എന്തായാലും സൈബർ ബുള്ളിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനെതിരായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അറസ്റ്റ്, അത് നടന്നു. പിന്നെ അല്ല, അറസ്റ്റ് എന്തിനാണെന്ന് എനിക്കറിയാവോ? രേണുവിന്റെ കേസൊന്നുമില്ല, രേണുവിന്റെ കേസേ അല്ല, ബിഷപ്പിന്റെ കേസാണ്. ബിഷപ്പിന്റെ പിടിപാട് വെച്ചിട്ടുള്ള അറസ്റ്റാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തൊന്നും സന്ദീപ് കാലാകാലം ജയിലിലോ അല്ലെങ്കിൽ കയറിലോ ഒന്നും അല്ലല്ലോ. പുറത്തല്ലേ അടുത്ത ദിവസം ജാമ്യത്തിൽ. പിന്നെ പോലീസുകാരൊക്കെ നല്ല സഹകരണമായിരുന്നു. കൂടുതലൊന്നും ഇനി അന്വേഷിച്ച് അറിഞ്ഞു. പിന്നെ എല്ലാം പിടിച്ചോണ്ട് 2 ദിവസം അവിടെ കിടന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ശരി, പറ. അത് അറസ്റ്റ് ചെയ്യപ്പെട്ട നാണക്കേട് മറയ്ക്കാൻ വേണ്ടി പലതും കൊല്ലമ്പും പ്രഹസനം കാണിക്കും. വി ഡോണ്ട് കെയർ ബിക്കോസ് ഞങ്ങൾ അല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട് നാണക്കേട് എന്തോന്നു? അവരെന്തോന്നു? നമ്മളെ മറ്റേ വേറെ എന്തോന്നില്ല, നമ്മൾ വല്ല ഭീകര ജീവിയാ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അറസ്റ്റ് ചെയ്ത് 2 ദിവസം സ്റ്റേഷനിലിരിക്കും, തിരിച്ച് വീട്ടിൽ പോരും ജാമ്യം എടുത്ത്. ഓക്കെ, അതില് ലോകം കണ്ട അവരതൊന്നുമല്ല അറസ്റ്റ്. വേണം നിയമത്തില്, സൈബർ സെല്ലില്, അതുപോലെ ഇന്ത്യൻ കേരള പോലീസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു ദിവസം നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇതിനും അതിന്റെ പുറകെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. DYSP തന്നെ ഉറപ്പുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കണ്ടു. അപ്പോ ചപ്പീന ബീവിയും ചപ്പീന ബീവിയുടെ ചപ്പിയ കൂട്ടുകാരും ഒന്ന് ബിവേർ ആയിക്കൊള്ളുക, നിന്റെ പുറകിൽ ആരാണെന്ന്. ചപ്പീന ബീവി, അപ്പൊ നീ ഒരു സ്ത്രീയെ മോശമായ രീതിയിൽ പേര് പറഞ്ഞ് സംസാരിക്കുന്നത് തെറ്റല്ലേ? എന്താണ് ചാരികെ തെറ്റല്ലേ അത്? അപ്പൊ നമ്മൾ സംസാരിക്കാൻ 2 വർഷം സംസാരിക്കേണ്ടി വരില്ല. ചപ്പീന ബീവി എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ? ഞാൻ പറയും. പക്ഷെ നീ അത് മോശമല്ലേ? ചാരികെ നിന്നെ കാണാൻ താരകം താഴെ വന്നോ? ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അത് അതിന്റെ കൃത്യമായ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ശേഖരിക്കുമല്ലോ, എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓവറുകള്, തെളിവുകള്, വീഡിയോസ്. ഇതൊന്നും ഞാൻ എന്റെ ചാനൽ ഇടാത്തത് വേറൊന്നും കൊണ്ടല്ല. നിന്നെ ചാനലിൽ കൂടിയിട്ട് കാണിച്ചൊക്കെ ആൾക്കാർ കണ്ട കാര്യങ്ങളും അറിഞ്ഞ അവർക്കൊക്കെ അറിയാം. നിന്നെ ഇനി എനിക്ക് ഏൽപ്പിക്കേണ്ട നിയമത്തിലാണ്, നിന്നെ നിന്റെ കൂട്ടാളികളെ. എന്നെ കൂട്ടാളിയിൽ പെടുത്തല്ലേ? ഞാനും അവര് തമ്മിൽ കീരിയും പാമ്പുക. എന്നെ ആ കൂട്ടാളിയിലെ കൂട്ടത്തിൽ കയറ്റില്ലേ? ഞാൻ സെപ്പറേറ്റ് ഫാൻ ബേസാണ് നമുക്ക്, കേട്ടാ. നമ്മൾ ആ കൂട്ടത്തിൽ കയറ്റല്ലേ, കേട്ടാ. ഇനി അതാണെന്ന് പറയല്ലേ, ഞാൻ ആ ഫാൻ ബേസിലേ ഇല്ല, ഞാൻ വേറെ ഫാൻ ബേസില്ല. നിനക്ക് വേറെ ഫാൻ ബേസ് അല്ലേ ശാരിക? പറ. എനിക്കറിയാം നിന്റെ യഥാർത്ഥ അജണ്ട എന്താണെന്ന് എനിക്കറിയാം. പണി ചെയ്യാതെ മെയ് അനങ്ങാതെ ഓരോ ഫാമിലിയിലും കയറി കളിച്ച് പൈസ ഉണ്ടാക്കുക, മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കൂട്ടത്തിലുണ്ടെന്ന് വരുത്തി തീർക്കുക. അവസാനം അത് എന്തിലേക്ക് ചെല്ലും? അവരെ ഭീഷണിയിലേക്ക് ചെല്ലും, ബ്ലാക്ക് മെയിലിംഗിലേക്ക് ചെല്ലും. ബ്ലാക്ക് മെയിൽ ആണ് മെയിൻ, ബിഗിലെ എന്ന് പറയുന്ന പോലെ ബ്ലാക്ക് മെയിലിംഗ് ആണ് നിന്റെ മെയിൻ. ഇതൊക്കെ ഏതാണ്ടൊക്കെ ഓക്കെ ശാരിക, യു ആർ ഓൺ റൈറ്റ് ട്രാക്ക്.
ഓക്കെ, ഞാൻ വിചാരിച്ചു നമ്മളെല്ലാവരെയും കൂടി പെടുത്തി പറയുന്നതായിരിക്കുന്നു. അതുകൊണ്ട് ഇല്ല ശരി, നിന്റെ ഇഷ്ടത്തിന് നീ പറഞ്ഞു. ശരി, ഞാൻ കേട്ടോണ്ടിരിക്കാം. അപ്പോ ഇനി നിർത്തിക്കോ നീ അത്. നീയും നിന്നെ സഹായിക്കുന്ന കുറെ ചന്ത കൂട്ടുകാർ നിനക്കൊണ്ടെന്ന് എനിക്കറിയാം. ചന്ത കൂട്ടുകാരെന്ന് പറയാൻ പറ്റത്തില്ല, ചന്ത വ്ളോഗേഴ്സ്. അവിടെ നീ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കിട്ട് കുത്തിയോന്ന് മച്ചമ്പി എനിക്കൊരു ഡൗട്ട്. ഞാൻ അവരുമായിട്ട് ആ യൂണിവേഴ്സിലില്ല, ഞാൻ അവർ കീരിയും പാമ്പാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ലേഡിയാണ് ഈ പറയുന്ന ലേഡി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല. ഓക്കെ, ഞാൻ വേറെ യൂണിവേഴ്സാണ്. ഞാൻ എൻ്റെതായ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസിലേക്ക് ചെയ്യണം. അതായത് ഒരു ടേബിൾ ഫാൻ എടുത്ത് വെച്ചിട്ട് സെപ്പറേറ്റ് ഫാൻ ബേസിലേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിലോട്ട് എന്നെ പിടിച്ച് കുഴക്കരുത് കേട്ടോ. നമുക്ക് ക്യാഷ് കൊടുക്കണേ അവരോട്ട് ചേർത്തല്ല, സെപ്പറേറ്റ് കൊടുക്കണം കേട്ടോ. ഞാൻ അവരോടൊപ്പം വരില്ല, എനിക്ക് കണ്ണിനേരെ പിടിക്കത്തില്ല. ഓക്കെ, നമ്മൾ കീരിമ്പമ്പാണ് കേട്ടോ. ശരി, അത് ഓർത്ത് വെച്ചോ. പലരെയും ഭീഷണിപ്പെടുത്തി, ഞാൻ ശരിക്കും ചിന്തിക്കാത്ത എനിക്കൊരു ഊഹാപോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അവരെയൊക്കെ കുറിച്ച് തെളിവ് സഹിതമാണ് ആൾക്കാർ വിളിച്ച്. എന്റെ ഓഫീസ് ഫോണിന് വിശ്രമമില്ല. അത് നിനക്ക് ഓഫീസ് ബോർഡാ? എന്തോന്ന് റിയാലിറ്റി ബൈ ഷാരിക്ക് ഓഫീസ് ബോർഡാ? എല്ലാം ഒരു ഓഫീസ്. ഒരു ടേബിൾ എടുത്തിട്ട് 2 ബുക്ക് കൊടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ ഓഫീസ് ആവൂല ശരിക്ക? ഓഫീസ് ബോർഡ് നീ അങ്ങ് വളർന്ന് പന്തലിച്ചല്ലോടെ പണ പോലാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയെന്ന് പറഞ്ഞു. എന്താണ് ശ്രീ, നിങ്ങളെ ഞാൻ വിളിച്ചപ്പോ തീരെ തെറ്റിയിട്ടില്ല. നിങ്ങൾ മനുഷ്യനോ അല്ല മൃഗവും അല്ല. ടപ്പീന GB, അതാണ് നിങ്ങൾക്ക് പറ്റിയ സാധനം. നിങ്ങൾ അമ്മയായിരിക്കും, ഞാനിതിലൊന്നും പറയില്ല. സൈഡിൽ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന അടിക്കി എല്ലാവരും പരസ്പരം അടിക്കി. നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ മോനെ, നിങ്ങൾ ജീവിക്കോ മരിക്കോ എന്താന്ന് വെച്ചോ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് വ്യഭിചാരവും അപരാധവും പറയരുത്. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചോ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ലോക ഫ്രോഡുകളെ കുറിച്ചോ നിങ്ങൾക്ക് പറയാം. അത് നിങ്ങളുടെ ഇഷ്ടം. അത് ആരെന്നും കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കാവോ ഷാരിക? റിയാലിറ്റി ബൈ ഷാരിക അതും കൂടി ഒന്ന് കാണിക്കാവോ? ആരാണ് സഫീന പേപ്പറ കോട നിൽക്കുന്നതെന്ന് റിയാലിറ്റി ബൈ ഷാരികയ്ക്ക് ഒന്ന് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മളിലോട്ടടക്കം ചൂണ്ടും. കാരണം ഇന്നെൻ്റെ ഈ വീഡിയോകൾ പലരും അയച്ചു തരുന്നുണ്ട്. അതുപോലെ നിങ്ങളെല്ലാവരും ചേർത്തല്ലടാ ഇവിടെ ഷാരിക പറയുന്നത് എന്നടക്കം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ ആ താത്തയുമായിട്ട് ഒരു കോണ്ടാക്ട് പോലും ഇല്ല. ഓക്കെ, അന്തമാതിരി ഇരിക്കുമ്പോൾ എന്നെ അടക്കം ആൾക്കാർ അതിൻ്റെ അകത്ത് തെറ്റ് തറക്കുമ്പോൾ എനിക്കത് വിഷമമുണ്ട്. അതുകൊണ്ട് എന്നെ പിടിച്ചിടല്ലേ. ഒന്നുകിൽ അവരെ കൂടെ നിൽക്കുന്ന ആരൊക്കെയെന്ന് കണ്ടെത്തി റിയാലിറ്റി ബൈ ഷാരിക അതൊന്ന് വെളിപ്പെടുത്തേണ്ടതാണ് കേട്ടോ. അല്ലാത്ത പക്ഷെ നമ്മളിലോട്ടും വിരൽ ചൂണ്ടും. നമുക്കത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇവരെയൊക്കെ കൂട്ടത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടാണ്. അത്തരമൊരു നാണക്കേടെടുത്ത് ചുമക്കാൻ എനിക്ക് വയ്യാത്തോണ്ടാ. ജസ്റ്റ് റോബർ ദാറ്റ് ഷാരിക പറ. ആരും ഇടപെടാൻ പറ്റില്ല. പക്ഷെ ഈ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. അവരുടെ പഠന കാര്യങ്ങൾക്കും അവരുടെ എന്റർടൈൻമെന്റിനും അവർ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. യൂട്യൂബ്, വെദർ ഇറ്റ് ഈസ് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക്. നിങ്ങൾ ഒന്നെങ്കിൽ ഇതിൽ നിന്ന് വാക്കൗട്ട് ചെയ്ത് പോവുക, നിർത്തുക, മര്യാദയ്ക്ക് നിർത്തുക. ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടക്കും. സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, ടപ്പീന GB, നിങ്ങൾ ജയിലിൽ കിടക്കും. നിങ്ങളുടെ ഈ ഇവിടെ വന്നിരുന്നുള്ള ഈ മോന്തയ്ക്ക് കോങ്കണ്ണ് വെച്ചുള്ള ആ സാധനം ഒന്നും ഇറക്കണ്ട. കോങ്കണ്ണ അതെന്തുവാ? കോങ്കണ്ണ എന്താ കുഴപ്പം? அந்த மாதிரிலாம் பேச்சக்கூடாது. பேச்சு மட்டும்தான் சைலண்டா இருப்பேன். அடி சர வெடி. അതൊന്നും വേണ്ട, ഒക്കെ നിർത്തിക്കോ. നിർത്തുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് മന്ത്രിസഭാ തലത്തിൽ എത്തുന്നവരെ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സംശയമില്ല. മനസ്സിലായോ? ഇപ്പോ നിങ്ങൾക്ക് 100 ചാനൽ ഉണ്ടാക്കാമെങ്കിൽ എനിക്ക് 110 ചാനൽ ഉണ്ടാക്കാം. എന്താ നിങ്ങൾ പരസ്പരം ചാനൽ ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. റിയാലിറ്റി ബൈ ഷാരിക എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങളെക്കാളും അത്യാവശ്യം വിദ്യാഭ്യാസവും ബോധവും മൂളയും എനിക്കുണ്ടെന്ന്. എല്ലാം കണക്കാ. വിദ്യാഭ്യാസം അല്ല സംസ്കാരത്തിന്റെ അടിസ്ഥാനം, അത് വേറെയാ. അത് ഞാൻ ഈ ചാനലിലൂടെ പറയത്തില്ല. Beware and stop this. ഓ പഞ്ചിടാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇതും കണക്കാ അതും കണക്കാ. എൻ്റെ ഹിസ്റ്ററിയിൽ ഇത് രണ്ടും കണക്കാ. എന്തായാലും പോട്ട്. തമിഴ് വേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ ആരെയും ചൂണ്ടിക്കാണിക്കില്ല, പിന്നെ നിങ്ങൾക്ക് ഈഗോ ആവും. ഇനി ഞാൻ രേണുവിൻ്റെ സ്റ്റോറി ഞാനൊന്ന് കൊടുക്കാം. രേണുവിന് ഇതിൻ്റെയൊക്കെ എന്തിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കറിയത്തില്ല. നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞ് വരുന്ന കമൻറ്റുകളെല്ലാം പിടിച്ച് സ്റ്റോറി ഇട്ടോട്ടൊക്കെ ഇരിക്കുന്നത്. രേണു റെസ്റ്റ് എടുക്ക് പോയി. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പറയുന്നത്. ഓക്കെ, നിന്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടാണ് പറയുന്നത്. പോയി റെസ്റ്റ് എടുക്ക്. അല്ലാണ്ട് ഇമ്മാതിരി കോപ്പിലെ കമൻറ്റും എടുത്ത് വെച്ച് അതിനും പ്രതികരിച്ച് വേറെ പണിയൊന്നുമില്ല. കള്ളവടി വച്ചവന്മാരെല്ലാം വന്ന് കാണുന്നുണ്ടല്ലോ. കമൻറ്റ് അത് രേണു തന്നെ എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എടി, നീ ആദ്യം നിന്റെ മനസ്സ് നല്ലതാക്ക്. ഈ അവസ്ഥയിലും അവളുടെ ഉള്ളിൽ പകയും വിദ്വേഷവുമാണ്.
ഇപ്പോൾ നിന്റെ ആയുസ്സിന് വേണ്ടി നീ തന്നെ ദൈവത്തോട് അപേക്ഷിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഒരു പരിധി വരെയേ ഉള്ളൂ. മറ്റുള്ളവർക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സമയം കണ്ടെത്തേണ്ടേ. ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ രേണു നിർത്ത് നിർത്ത് നിർത്ത്. എനിക്കതേ പറയാനുള്ളൂ. എത്ര പ്രാവശ്യം പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം. വീട്ടുകാർ ഇപ്പോൾ തങ്കം ചേട്ടനായാലും സ്റ്റേഷനിൽ വന്നിന്ന് സന്ദീപിൻ്റെ വീഡിയോ എടുക്കാൻ കാണിച്ചല്ലോ ആരവം. ആ ആരവം മോളോട് പറഞ്ഞിട്ട് ഇമാതിരി കുണച്ച റിപ്ലൈ കൊടുക്കുന്ന പരിപാടി നിർത്താൻ പറ. കേട്ടോ തങ്കം ചേട്ടാ, നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ അവസ്ഥയും ഒക്കെ അറിയാമല്ലോ. പിന്നെ സന്ദീപിനെ പൂരത്തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അത് വിട്, അതിലോട്ട് ഞാൻ പിന്നെ വന്നോളാം. ഇനി രേണു 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടി കണ്ടിട്ടാ നമുക്ക് നോക്കാം. നീ ഡെയിലി പിരികം വരയ്ക്കുവോ, അല്ലെങ്കിൽ നീ ഡെയിലി പുരികം ത്രെഡ് ചെയ്യുവോ? നിനക്ക് ക്യാൻസർ അല്ലേ? നിനക്ക് വേറെ പണിയില്ലേ? നിനക്ക് എന്ത് ക്യാൻസറാണ്? നിനക്ക് പിരികം ഇങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ, ഡെയിലി കേൾക്കുന്നതാണ്. ഇതെല്ലാം കേട്ടിട്ട് എന്തിനാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കാനായിട്ട് നിൽക്കുന്നത്? നിന്റെ അടുത്ത് മര്യാദയ്ക്ക് മാന്യമായിട്ടുള്ള ഡോക്ടർമാർ പറഞ്ഞു ഫോൺ യൂസ് ചെയ്യില്ലെന്ന്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ഒരു വിഷയങ്ങൾ കണ്ടില്ല, നിന്നെ പറ്റി ആരും സോഷ്യൽ മീഡിയ സംസാരിച്ചില്ല എങ്കിൽ നിനക്കത് കുരുവിട്ടു. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുമോ? എന്താണ് ഇതിന്റെ ബേസിക്കലുള്ള പ്രശ്നം ചെയ്യണോ? അതൊന്ന് ക്ലിയർ ആയിട്ട് പറയാവോ? ഇതിനൊക്കെ മറുപടിയും കൊടുത്തിരുന്നു, പിരിക്കാൻ വരച്ച്. ഇതൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവ് കമന്റ് വരും. എൻ്റെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചു നോക്ക്. എന്നെ തെറി വിളിക്കുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനതാ സെൻസിലെടുക്കും. ഇതിനെല്ലാം മറുപടിയും കൊടുത്തോണ്ടിരിക്കാനൊന്നും ഞാനില്ല. സപ്പോർട്ട് ചെയ്യുന്ന കമന്റ്സിന് ഞാൻ മറുപടി കൊടുക്കും. പിന്നെ മാന്യമായിട്ട് അതിൽ ആ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാറുണ്ട്. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് പിരിക്കാൻ വരയ്ക്കുകയോ നിനക്ക് ക്യാൻസർ അല്ലേ എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ആയിട്ട് ഇറങ്ങിക്കോളൂ. അപ്പം തന്നെ കുടം പിടിച്ച് ഇടി ഫോൺ ഉപയോഗിക്കില്ലെന്നല്ലേ നിന്റെ പച്ച മലയാളത്തിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. ഈ വീട്ടുകാരടുത്താണ് എനിക്ക് ചോദിക്കാറ്, രമ്യ അടുത്തൊക്കെയാണ് എനിക്ക് ചോദിക്കാറുള്ളത്. എന്തിനാണ് ഇവർക്ക് ഫോൺ കൊടുക്കുന്നത്? രമ്യ ആയാലും തങ്കച്ചനായാലും എന്തിനാണ് ഇവർക്ക് ഫോൺ കൊടുക്കുന്നത്? അല്ലാതെ നിങ്ങൾക്ക് അവളോട് സംസാരിച്ചിരുന്ന് എൻ്റർടൈൻ ചെയ്യാനൊന്നും അവൾക്ക് സമയം പോയിപ്പിക്കാനൊന്നും വക ഒന്നുമില്ലേ? ഫോൺ മാത്രം കൊടുക്കാവുള്ളത്. റേഡിയേഷൻ എന്ന സാധനം എന്തുമാത്രം ഉണ്ടെന്ന് അറിയാമോ? പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സാമാന്യ കോമൺ സെൻസുകൾ ഉപയോഗിക്കണേ. വിവരം ബോധം പൊക്കണോ ഇല്ലാത്ത കുറേ ടീംസ്. ഞാനല്ലാണ്ട് എന്ത് പറയാൻ ഇതൊക്കെ? വീണ്ടും ഓരോന്നിനെ എടുത്ത് വെച്ച് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇട്ടാലേ കാശ് കിട്ടത്തുള്ളൂ. വേറെ ഉള്ളവർ എടുക്കുകയില്ലേ വീഡിയോസ്? അതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണം. അല്ലാണ്ട് നീ കയറി ഇരുന്നിട്ട് ഓരോന്നെടുത്ത് സ്റ്റോറി ഇട്ട് ഓരോന്നിന് മറുപടിയും കൊടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക. പൊന്നു സുഹൃത്തുക്കളെ, ഇത് അന്ന് ഞാൻ പിരികം ത്രെഡ് ചെയ്താണ്. ഇതിന് വളരത്തില്ല. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, ഈ മുടിയൊന്നും ഇനി വളരത്തില്ല കീമോ കഴിയാതെ. മൈക്രോ ബ്ലേഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് എൻ്റെ പുരികത്തിന്റെ ബ്ലാക്കും ഷേപ്പും ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കാറുമുണ്ട്. പെട്ടെന്നൊന്നും നമ്മുടെ ഈ വികൃത രൂപം നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തതാണ്. നിങ്ങൾക്കാണേലും നിങ്ങൾക്ക് എന്തെങ്കിലും വരാതിരിക്കട്ടെ, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. ഈ വികൃത രൂപത്തിന്റെ കേസ് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള തന്നെ. നമ്മളെന്ന് വെച്ചാൽ ഞാൻ 2020 ആക്സിഡന്റ് ആയപ്പോൾ ഞാനും അനുഭവിച്ചു തന്നെ. ഞാൻ എൻ്റെ ഫേസ് മാറിയപ്പോൾ ആ ഫേസിലോട്ട് അക്സെപ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാലതാമസം എടുത്ത്. പിന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ഒരു ജീവിതമേ ഉള്ളൂ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളങ്ങ് ജീവിക്കുക. ബാക്കി പിന്നെ ഇനിയിപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ ഫേസ് കുളമായി, അത് ആക്സിഡൻ്റ് ആയിടിച്ച് പടമായി, മൊത്തം മൂക്കെല്ലാം പോയി. ഞാൻ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ജീവിച്ചേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പം വേറെ ഇരുന്ന് കുടയും പിടിച്ചുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല. ജീവിക്കാൻ പഠിക്കണം. അതത്രേ ഉള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കൊണയടിച്ച് ഒരുമാതിരി വള്ളികളെടുത്ത് തല വെച്ച് ജീവിക്കില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നടന്നൊരു വ്യക്തിയാണ്. മനസ്സിലായി? ആർക്കും അംഗീകരിക്കാൻ പറ്റൂല നമുക്ക് പെട്ടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നിക്ക് ഒരു കാര്യം ഞാൻ പണ്ട് നിന്റെ സഹോദരി കേസ് കൊടുത്ത് ഞാൻ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. നിന്റെ സഹോദരിയും നിന്റെ അളിയനും ഉണ്ടായിരുന്നു. ആ ദിവസം അന്ന് എസ് ഐയുടെ അടുത്ത് അവിടെ റൂമിൽ നിന്ന് സംസാരിച്ചിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എസ് ഐ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, നിന്റെ സർജറി കേസ് എന്തായിരുന്നു മൂക്കിൻ്റെ? അപ്പോൾ ഞാൻ സാറേ ആയില്ല, ചെക്കപ്പിന് വന്ന് പോയുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് നിന്റെ സഹോദരി രമ്യ പറഞ്ഞാണ്, നീ ഉണ്ടാക്കുന്ന കാശെല്ലാം കൊണ്ട് ആശുപത്രി കൊടുക്കുമെന്ന്. അന്ന് ആ വാക്ക് നമ്മൾ ശത്രുക്കളെടുത്ത് പോലും അങ്ങനെ പറയാൻ പാടില്ല. അന്ന് ആ രമ്യ ആ വാക്ക് പറഞ്ഞു. അതെനിക്ക് ഫീലായിട്ടില്ല. അത് രമ്യ എന്തെങ്കിലും തിരിച്ചറിയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ ഒരു അടി ഈ കുടുംബത്തിന് കൊടുക്കേണ്ടായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് നമ്മൾ അങ്ങനെയൊന്നും ആരെയും പറയാൻ പാടില്ലേ, ആരെയും പറയാൻ പാടില്ല. അന്ന് രമ്യ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്, ഞാൻ ഈ കാശെല്ലാം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുമെന്ന്. ഇപ്പം നിന്റെ അവസ്ഥ എന്താ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ? അതുകൊണ്ട് നമ്മൾ ആരെയും അങ്ങനെയൊന്നും പറയാതിരിക്കുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ആരെയും പറയരുത്. ശത്രുക്കളെടുത്ത് പോലും അങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ശത്രുക്കൾക്ക് പോലും ഈ അസുഖം വരരുതേ എന്നേ പറയത്തുള്ളൂ. രേണുവിനൊക്കെ ഈ അസുഖം വന്നപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവള് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ നാട്ടുകാർക്ക് വെറുപ്പാണ് അതിനോട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് രമ്യ അന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്
രമ്യ ഒന്ന് ഓർത്ത് നോക്ക്. ഓക്കെ, ഞാൻ പറയാതെ തന്നെ ഒന്ന് ഓർത്താൽ മതി. ഓർമ്മ കിട്ടാതിരിക്കാൻ വഴിയില്ല. അധികം നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ലല്ലോ, 1 വർഷം ഗ്യാപ്പല്ലേ ഉള്ളൂ. ആലോചിച്ച് നോക്ക്. ബ്ലേഡ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഈ ഷേപ്പിനിരിക്കുന്നത്. പിരികവും ഒക്കെ പൊഴിയുന്നുണ്ടായിരുന്നു. മുടിയും പിരികവും ഒക്കെ ഇനി വളരണമെങ്കിൽ കീമോ ഫുള്ള് സൈക്കിൾ കഴിയണം, എന്നാൽ മാത്രമേ വളരത്തുള്ളൂ. നിങ്ങൾ ഇനിയും കമന്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളത് മനസ്സിലാക്കുക. ഞാൻ ഡെയിലി പോയി ബ്യൂട്ടി പാർലറിൽ പോയി പിരികം എടുക്കുവല്ല. ഓൾറെഡി ഇത് നേരത്തെ എടുത്തു വെച്ചതാണ് ത്രെഡ്. ഇനി അത് വളരണമെങ്കിൽ കീമോ കഴിയണം. പിന്നെ ഈ ബ്ലാക്ക് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് തന്നെ മൈക്രോ ബ്ലേഡ് വെച്ച് ചെയ്ത് വെച്ചേക്കുന്ന പുരികമായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ആരെ ബോധിപ്പിക്കണം? ആർക്കും ഗതി വരുത്തരുതേ. അയ്യോ, ബോധിപ്പിക്കാനായിട്ട് ഇറങ്ങണ്ട രേണു. ആരെങ്കിലും ഒരാൾ ഒരു കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അതിനെല്ലാം നീ നെഗറ്റീവ് കമന്റ് മാത്രം നിന്റെ ഇതിൽ നിന്ന് തേടി പിടിച്ച് അതിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് കമന്റ് എടുത്ത് വെച്ചിട്ട് റിപ്ലൈ കൊടുക്കുന്നില്ലല്ലോ. ഓക്കെ, നിന്റെ കമന്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സ് മാത്രം എടുത്ത് വെച്ച് നീ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കി റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ആവശ്യം എന്താ? കുറെ സഹതാപം പിടിച്ചു പറ്റാനാ? നാട്ടുകാർക്ക് വെറുപ്പാ. കമന്റ് ബോക്സ് നീ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്ക്. നാട്ടുകാർക്ക് മൊത്തം വെറുപ്പാ. അത് നീ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയാണ്. അവിടെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടല്ല ബുദ്ധിമാനാവേണ്ടത്. കേട്ടാ? ബാക്കി ക്യാൻസർ രോഗികൾ എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം അവർ സന്തോഷിക്കട്ടെ എന്നേ നമ്മൾ പറയത്തുള്ളൂ അല്ലേ. അവർ ഒരു ചെറിയ റീലിടുന്നതിന് നമ്മൾ സന്തോഷമാണ്, അല്ലെങ്കിൽ അവരവരുടെ ഫോണിൽ അവരുടെ സന്തോഷം അവർ ചെയ്യട്ടെ എന്നേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷേ രേണുസുതി അത് ചെയ്താൽ അത് വലിയ രീതിയിൽ കംപ്ലൈൻ്റ് ആവുകയും നമ്മുടെ ഹോസ്പിറ്റലിൽ വരെ അത് കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. സോ എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മാത്രം സന്തോഷിക്കേണ്ട എന്നാണോ? വിധവയായിട്ടിരുന്നപ്പോഴും ഞാൻ സന്തോഷിക്കേണ്ട? ഞാൻ സന്തോഷിക്കുന്നതിന് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് മാത്രം കേട്ടോ. നല്ല ആളുകളെല്ലാം എൻ്റെ കൂടെ തന്നെ എപ്പോഴും സപ്പോർട്ടിനുണ്ടാവും. കുറച്ച് പേർക്ക് മാത്രം കണ്ണിക്കടിയാണ്. ഞാനങ്ങനെ സന്തോഷിക്കേണ്ട. ഇപ്പോൾ ക്യാൻസറായിട്ട് കിടക്കുമ്പോഴും അവളങ്ങനെ സന്തോഷിക്കേണ്ട. അവളവിടെ മരുന്നിൻ്റെ ഗന്ധവും പേറി എന്താ പറയുക, ഒരുമാതിരി ഒരു എന്താ അതിന് പറയേണ്ടത്, തലമൂടി ഇരിക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ ഇപ്പോഴും ഒരിത്. പക്ഷേ എൻ്റെ മനസ്സ് ഇപ്പോഴും എന്താ പറയുക, പഴയ രീതിയിൽ പാറിപ്പറന്ന് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇപ്പം ജീവനോടിരിക്കുന്നത്. പിന്നെ എന്നെ നോക്കുന്ന സമർത്ഥരായ ഡോക്ടർമാരുടെ ആ ഒരു എന്താ പറയുക ശുശ്രൂഷയും അതുപോലെ ദൈവത്തിൻ്റെ ഒരു സ്നേഹവും ദൈവമക്കളുടെ സ്നേഹവും മാത്രമാണ് എന്നെ നിലനിർത്തുന്നത്. സോ താങ്ക് യു. ഓക്കെ, വെൽക്കം. എന്തായാലും നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് നല്ലതായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. ഫോണൊക്കെ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. എനിക്കതേ നിൻ്റെ അടുത്ത് ഉപദേശമായിട്ട് പറയാനുള്ളൂ. കൂടെ നിൽക്കുന്നതെല്ലാം നിന്നെ വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെങ്കിലും മനസ്സിലാക്കി. ഞാനിത് ആരോട് പറയുന്നു, എന്ത് പറയും? എന്തായാലും ശരി, ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ച് സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ. രേണു, നീ കാണിക്കുന്നതെല്ലാം മണ്ടത്തരമാണ്. ഇനി ദയവ് ചെയ്തിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ കോൺട്രവേഴ്സികളിലൊന്നും തലയിടാണ്ട് നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് വീട്ടിൽ പൊയ്ക്കം നടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ പുറത്തിറങ്ങിയൊക്കെ നടക്ക്. അവിടെയൊക്കെ ഒന്ന് എൻജോയ്, പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യവും കാറ്റും ഒക്കെ ഒന്ന് ആസ്വദിക്കുക. നിന്റെ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷൻസോ കാര്യങ്ങളൊന്നുമില്ല, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ ആസ്വദിച്ച് മൈൻഡൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറേ ഒന്ന് മാറി നിന്ന് ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആക്കി പഴയതുപോലെ നീ തിരിച്ചു വാ. അന്ന് നീ കോൺട്രവേഴ്സി കയറ്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്ക്, എല്ലാം മാറട്ടെ, വെയിറ്റ് ചെയ്യും. അതേ ഞാൻ പറയുന്നുള്ളൂ. വീട്ടുകാരുടെ അടുത്ത്, ഇപ്പോൾ രമ്യയുടെ അടുത്തായാലും തങ്കച്ചൻ്റെ അടുത്തായാലും എനിക്ക് പറയാനുള്ള അവർക്ക് ഫോൺ കൊടുക്കരുത്. നിങ്ങൾ കാണിക്കുന്ന അതിനേക്കാളും മണ്ടത്തരോ. ഇതൊന്നും വിവരമില്ലായ്മയുടെ ഒരു ലൈറ്റായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ടൊന്നും പറയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.